യെസ്, അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് തുടങ്ങാം. യെസ്, ഇന്നലെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി നിർണായക ഘട്ടത്തിലേക്ക് SIT അന്വേഷണം കടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാന നീക്കം എന്ന് പറയുന്നത് A. പത്മകുമാറിനെ ചോദ്യം ചെയ്യുമെന്നുള്ളത് കൂടിയാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് പത്മകുമാറിന് നോട്ടീസ് നൽകും. ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനും അന്വേഷണ സംഘത്തിന്റെ നീക്കം. യെസ്, സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഗുഡ് മോർണിംഗ്. വളരെ ചടുലമായ നീക്കങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിൽ തന്നെ ഇന്നലത്തെ എൻ വാസുവിന്റെ അറസ്റ്റ് നിർണായകമായിരുന്നു. ഇന്നിപ്പോൾ A. പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു പടി കൂടി കടന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതെന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ എൻ വാസുവിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും പത്മകുമാറിലേക്കും എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ വാസു നൽകിയിരിക്കുന്ന മൊഴി അത് കൂടുതൽ കുരുക്കായി പത്മകുമാറിന് മാറാനുള്ള സാധ്യതയുണ്ടോ? അന്വേഷണ സംഘം എങ്ങനെയാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്? ഇതിന്റെ അന്വേഷണം ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ അന്വേഷണം നീളുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ആദ്യം എൻ വാസു, അതിനുശേഷം ഇപ്പോൾ പത്മകുമാറിലേക്ക് കടക്കുന്നത്. ഈ ദ്വാരപാലക ശില്പവും അതുപോലെ കട്ടിളപ്പാളിയും സ്വർണ്ണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു A. പത്മകുമാർ. ഈ പത്മകുമാറിന്റെ ബോർഡിൽ അംഗങ്ങളായിരുന്ന 2 പേരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. പത്മകുമാറിനോട് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ടി വരുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അത് എന്നുള്ളത് അറിയിച്ചിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്ന നിലയിലാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് പത്മകുമാറിന് നൽകിയിരുന്നു. പക്ഷേ ചില അസൗകര്യങ്ങൾ പത്മകുമാർ അറിയിച്ചതിനെ തുടർന്ന് അത് അന്ന് ഹാജരാകാൻ ഒരു സമയം നൽകുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്മകുമാറിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ നോട്ടീസ് നൽകും. ഒന്നുകിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയി പത്മകുമാറിനെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതായത് എൻ വാസു ഉൾപ്പെടെ നൽകിയിരിക്കുന്ന മൊഴി പത്മകുമാറിന് എതിരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ മുരാരി ബാബുവും സുധീഷും ഉൾപ്പെടെ ബൈജുവും ഉൾപ്പെടെ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉൾപ്പെടെ ഇക്കാര്യം അറിയാമായിരുന്നു. സ്വർണ്ണപ്പാളികൾ സെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഇവർ കണ്ടതാണ്. ഇവരുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇയാളുടെ കയ്യിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഇവർക്കെതിരായിട്ടുള്ള തെളിവുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മൊഴികൾ ഇവർക്കെതിരാണ്, പക്ഷേ ഇത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ വേണം. അതുമായി ബന്ധപ്പെട്ട രേഖകൾ നേരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വിശദമായ പരിശോധന നടക്കുകയാണ്. എന്തായാലും പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ A. പത്മകുമാറിനെ ഉടൻ ഉണ്ടാകും. അതിനുശേഷം വിട്ടയക്കുകയും പിന്നീട് വിശദമായ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കായിരിക്കും ഒരുപക്ഷെ കടക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കുകയും ഈ മൊഴികൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് എത്തുകയാണെന്നെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. അതാണ് പത്മകുമാറിന്റെ കാര്യത്തിലുള്ളത്. സിജോ, മുരാരിയിൽ നിന്നും സുധീഷിൽ നിന്നുമാണ് ഈ വാസുവിലേക്ക് എത്തുന്നത്. പത്മകുമാറിന് ഈ വലിയ കവർച്ചയിലുള്ള റോൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന സംശയങ്ങൾ എങ്ങനെയായിരുന്നു? ഇനിയിപ്പോൾ SIT ആരിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പത്മകുമാറിലേക്ക് എത്തുന്നത്? ഈ മുരാരി ബാബുവും സുധീഷും ബൈജുവും ഉൾപ്പെടെ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് പത്മകുമാറിനെതിരാണ്. കാരണം ഇത്തരത്തിലൊരു ഇടപാട് നടന്നിരിക്കുന്നത് തന്റെ അറിവോടെയല്ല എന്നുള്ളൊരു കാര്യമാണ് പത്മകുമാർ പറയുന്നത്. പക്ഷേ അങ്ങനെ അറിവില്ല എന്ന് പറയുമ്പോഴും ഇതുമായി ഈ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് പത്മകുമാറിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി നിലനിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയോ പ്രസിഡന്റിന്റെയോ ഉൾപ്പെടെ നിർദ്ദേശമോ അല്ലെങ്കിൽ അവരുടെ ഒരു അറിവോ ഇക്കാര്യത്തിൽ ഉണ്ടാകാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഇതിലൊരു പ്രാഥമികമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ സാക്ഷിമൊഴികൾ കൂടി ഇവരുടെ പ്രതികളുടെ മൊഴികൾ കൂടി എതിരായ സാഹചര്യത്തിൽ ഇനി കൂടുതൽ തെളിവ് ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും ഉദ്യോഗസ്ഥർക്ക് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് അന്വേഷണ സംഘം ഇപ്പോഴും കരുതുന്നില്ല. ആ ബോർഡിലെ അംഗങ്ങൾ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതും അത് ഇവിടെ നിന്ന് കൊണ്ടുപോയത് എന്നുള്ളതുമാണ് അന്വേഷണ സംഘത്തിന്റെയും ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. സൈഫുദ്ദീൻ തന്നെയാണ്. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ഇത് നടന്നെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ഇനി ആരിലേക്കൊക്കെ അന്വേഷണം എത്തുമെന്നുള്ളത് കൂടിയാണ്, അത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട് വാസുവിൽ നിന്ന് വാസുവിനിലേക്കാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. CPM-ന്റെ പ്രതിരോധം പാളുന്നു എന്നത് കൂടി കാണണം. എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ വലിയ കവർച്ചയിൽ പങ്ക് എന്നായിരുന്നു ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. വെച്ചാൽ പാർട്ടി ഭരിച്ച പാർട്ടി നിയന്ത്രണത്തിലുള്ള ബോർഡുകൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന വാദം ഇന്നലത്തോടുകൂടി പൊളിഞ്ഞു. ഇനിയിപ്പോൾ പത്മകുമാറിലേക്ക് കൂടി എത്തിയാൽ, ഇപ്പോൾ വാസു പാർട്ടിയുടെ വിശ്വസ്തനാണ്. നേരത്തെ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, പിന്നീട് PK ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി, അത് കഴിഞ്ഞ് ദേവസ്വം കമ്മീഷണറായി. 2 തവണ ദേവസ്വം കമ്മീഷണറായ ആളെ ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. അങ്ങനെയുള്ള പാർട്ടിയുടെ വിശ്വസ്തൻ ഒരു തരത്തിലും തള്ളി പറയാൻ കഴിയാത്ത ഒരാളെ ഇന്നലെ SIT പിടികൂടിയിരിക്കുന്നു. ഈ പത്മകുമാർ ആണെങ്കിലും അങ്ങനെ പാർട്ടിയുടെ MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ CPM അതിൽ പ്രതിരോധത്തിലാകും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ ആയുധമാക്കുകയും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പ്രതിരോധം കൊണ്ട് പിടിച്ചു നിൽക്കുക, ഇനി എന്ത് പ്രതിരോധ വിദ്യകളാണ് എടുക്കുക? MP ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും എന്ന് വെച്ചാൽ അയ്യപ്പന്റെ പൊന്നുകെട്ടാരെയും അത് ആര് എന്നില്ല, ആരായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമായില്ല എന്ന് വെച്ചാൽ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡുകൾക്ക് ഇതിനകത്ത് വീഴ്ച പറ്റിയെന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ വീഴ്ചയാണ്. ആ വീഴ്ച സമ്മതിക്കാൻ തയ്യാറാകണം. ആ വീഴ്ച സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ പലതരത്തിലുള്ള വാദങ്ങൾ കൊണ്ട് നേരിടുമ്പോൾ അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിക്കുമെന്നുള്ളത് പാർട്ടി കൂടി ആലോചിക്കുന്നുണ്ടാവും. നോക്കാം ഇനി എന്താണ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന പ്രതിരോധ തന്ത്രം എന്നുള്ളത്. ശരി.